നമസ്തേ എവരിവൺ. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് നമുക്ക് നേതൃത്വത്തിലേക്ക് വരുന്നവർക്ക്, നേതാക്കൾക്ക് എങ്ങനെയാണ് അതുകൊണ്ട് പ്രയോജനം കിട്ടുന്നത്? അതുകൊണ്ട് ഞാൻ പലർക്കുമായിട്ട് സമ്പത്തുണ്ടാക്കുന്നവർക്ക്, ബിസിനസ് പീപ്പിളിന് വേണ്ടി, സ്റ്റുഡൻസിന് വേണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് എക്സ്ക്ലൂസീവ്ലി നമ്മൾ ലീഡർഷിപ്പിലേക്ക് വരുന്ന ആൾക്കാർക്ക്, വലിയ വലിയ ലീഡേഴ്സ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം എക്സ്ക്ലൂസീവായിട്ടുണ്ട്. അപ്പോൾ അവർ മാത്രം ഇത് പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. അത് 2-3 പ്രാവശ്യം കണ്ടിട്ട് വരും മൊത്തം മനസ്സിലാകണമെങ്കിൽ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് നേടാൻ ഉള്ള ഒരു കഴിവ് ഉണ്ടെന്നുള്ളതാണ് ഗവേഷണങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ അതിതീവ്രമായി ചിന്തിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം. ഇപ്പോൾ ഒരു വലിയ കെട്ടിടമാകാം, ഒരു കെട്ടിടം ഒരു സ്ഥലത്ത് വരണമെന്ന് വിചാരിച്ച് അത് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നടക്കുമ്പോൾ മാസങ്ങൾ വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് ആ കെട്ടിടം, അങ്ങനെ ഒരു കെട്ടിടം വെക്കാനുള്ള, അത് ഓക്കുപ്പൈ ചെയ്യാനായിട്ടുള്ള, ഫണ്ട് ചെയ്യാനായിട്ടുള്ള ആൾക്കാരെല്ലാം നമ്മളുമായിട്ട് കണക്റ്റഡായ ആ കെട്ടിടം അവിടെ വരും. അപ്പോൾ ഒരാളിൻ്റെ മനസ്സിലെ ആ ആഗ്രഹത്തിൽ നിന്നും പർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ നമുക്ക് 3 ലെവലിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിസൂക്ഷ്മത്തിൽ, സൂക്ഷ്മതമം എന്നാ പറയുക, അതിസൂക്ഷ്മത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനുള്ള, അതായത് ഇമാജിൻ ചെയ്യാനുള്ള കഴിവാണ് ക്രിയേഷനിലെ നമ്പർ 1. അത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ കെട്ടിടമാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു സിറ്റി ഉണ്ടാക്കുകയാണ്, ഒരു രാജ്യം മനസ്സിൽ കാണുകയാണ്. അപ്പോൾ അത് നമുക്ക് മനസ്സിൽ എത്രമാത്രം ഇമാജിനേഷനിൽ സൂക്ഷ്മതമത്തിൽ കാണാൻ പറ്റുന്ന ആളാണ്. രണ്ടാമത് അതിനെ സൂക്ഷ്മത്തിലേക്ക് കാണാൻ പറ്റുക, അതായത് ചിലപ്പം ഡ്രോയിങ്സും പിക്ചേഴ്സും ഇല്ലെങ്കിൽ 3D ഇമ്പാക്റ്റും ഒക്കെ ആയിട്ട് കാണാൻ പറ്റുന്നതാകാം, ഇല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ബുക്കുകൾ അനുസരിച്ച് പ്ലാൻ ചെയ്തതാകാം, പ്ലാനിങ് ആകാം എന്നതുപോലെയാണ്. ഇനി 3ാമത്തെ ഭാഗമാണ് നമ്മൾ അതിനു വേണ്ടിയിട്ട് ആവശ്യമായ ആക്ഷൻ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ആ സംഭവം ഉണ്ടാവുകയാണ്. അപ്പോൾ ക്രിയേഷന് 3 ലെവലാണ്. അപ്പോൾ ആക്ഷനാണ് നമ്മുടെ മനസ്സിൻ്റെ വേൾഡിൽ നിന്നും പുറത്തെ വേൾഡിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു സിനിമ തന്നെ നമുക്കെടുക്കാം. സിനിമയിലൊരു വലിയ ആശയം, ഇപ്പോൾ ഇല്ലെങ്കിൽ ഒരു പുലിമുരുകൻ എന്ന് പറഞ്ഞൊരു ആശയം, അതിങ്ങനെ മനസ്സിൽ കണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് പിന്നീട് രണ്ടാമത്തെ, അപ്പോൾ ആദ്യത്തെ ആ ഒരു സൂക്ഷ്മതമം എന്ന് പറയുന്നത് ആ പടത്തിൻ്റെ സെൻട്രൽ തീമാണ്. രണ്ടാമത് കണ്ടത് ആ പടത്തിൻ്റെ സ്റ്റോറി ബോർഡാണ്. തൗസൻഡ്സ് ഓഫ് പേജസ് വരുന്ന രീതിയിൽ സ്റ്റോറി ബോർഡ് ഉണ്ടാക്കിയിട്ട്, മൂന്നാമത്തത് ക്യാമറ വെക്കുകയും അഭിനയിക്കുകയും ചെയ്യുന്ന, അപ്പോൾ ഒരു 500 പേര് എങ്കിലും അതിൻ്റെ പുറത്ത് പ്രവർത്തിച്ച് കഴിയുമ്പോഴത്തേക്കാണ് ഒരു സിനിമയായി വരുന്നത്. ഇതിന് വളരെ ഈസി ആയിട്ട് ഷാരൂഖ് ഖാൻ അദ്ദേഹം US നടത്തിയ ഒരു സ്പീച്ചിനകത്ത്, ടെഡിൻ്റെ ഒരു ടോക്കിനകത്ത് പറയുന്നുണ്ട്. അതായത് ഞാൻ റെഫ്യൂജി കോളനിയിൽ നിന്ന് വന്ന ഒരു സാധാരണ ആൾ തന്നെയാണ്. എന്നെ ഏറ്റവും വലിയ ഹീറോ ആക്കുന്നതിൻ്റെ പുറകിൽ 500,000 പേരെങ്കിലും എനിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവരെ പ്രവർത്തിപ്പിക്കാനുള്ള ആശയം നമുക്ക് കൊടുക്കാൻ പറ്റുമോ? അവർക്ക് ആവശ്യമായ പൈസ നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഏതിലേക്കാണ് നമ്മൾ അഭിനയിക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് അഭിനയിക്കേണ്ടത്, അത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് പിന്നെ വരച്ചെഴുതി സെറ്റ് ചെയ്ത് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പേര് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യും. ഇത് തന്നെയാണ് നിങ്ങൾ നാളെ ഈ വലിയ നേതാക്കളായി വരാനായിട്ട് ആഗ്രഹിക്കുന്ന പല ആൾക്കാരും ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു MP, അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരിക്കൽ ക്ലാസ്സിൽ വന്നിട്ട് തന്നെയാണ് പറഞ്ഞു, ഞാൻ പൊളിറ്റിക്സ് ഉപേക്ഷിക്കുകയാണ്, എന്നേക്കുമായി ഞാൻ പൊളിറ്റിക്സ് വിടുവാണ്. ഞാൻ പറഞ്ഞു, നോ, ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ പരാജയപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്ഥാനത്ത്, ഏത് സ്ഥാനം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് എല്ലാ ദിവസവും നിങ്ങൾ കാണണം. ഉണർന്നു കഴിഞ്ഞ് ആദ്യമേ കാണേണ്ട, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സ്ഥാനത്ത് നിങ്ങൾ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണം. അത് തന്നെ കാണുക. പിന്നെ എന്തൊക്കെ എതിരെ വന്നു കഴിഞ്ഞാലും പക്ഷേ നിങ്ങളുടെ കാഴ്ചയ്ക്ക് ശകലം പോലും സംശയം ഉണ്ടാകരുത്. ഞാൻ അവിടെ എത്തും. അത് തന്നെ ചിന്തിക്കുക. അപ്പം ഞാൻ അതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം അദ്ദേഹം അത് തന്നെ, പിന്നെ അത് വിട്ടുപോകുന്നതിന് പകരം, എല്ലാം അവസാനിപ്പിച്ച് പോകുന്നതിന് പകരം പുള്ളി ആ ഒരു ഇതിലേക്ക്, പുള്ളിക്ക് എന്ത് സ്ഥാനമാണോ വേണ്ട അതിലേക്ക് മാത്രം. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് ഒരുപാട് ശത്രുക്കളും ഒരുപാട് എതിർപ്പുകളും ഉണ്ടായിരുന്നതിൽ നിന്നും അപ്പോൾ 0 എതിർപ്പുകളിലേക്ക് പുള്ളി പോയെന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹമായിട്ട് പിന്നെ എനിക്കധികം സംസാരിക്കാനൊന്നും നേരം കിട്ടാറില്ല. പക്ഷേ എന്നാലും അദ്ദേഹത്തിന് ആ ഒരു എതിർപ്പുകളുടെ വലയങ്ങളിൽ നിന്നെല്ലാം പോയി എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളൊരു റിയൽ ലീഡറാണെങ്കിൽ, അല്ലെങ്കിൽ അപ്പോൾ എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമൂഹത്തിനെ
നന്നാക്കാനായിട്ട്, ലോകത്തിന് സേവനം ചെയ്യാനായിട്ട് നമുക്ക് സ്ഥാനങ്ങളുണ്ടെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. സ്ഥാനത്തുനിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പലതും ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി, അദ്ദേഹം ആ സ്ഥാനത്തിരുന്നാൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ ഈ രാജ്യത്തെ ഇത്രയും സേവിക്കാൻ പറ്റുള്ളൂ. രാജ്യത്തിൻ്റെ എല്ലാ അടിത്തറകളും അദ്ദേഹം ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ഥാനം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ സ്ഥാനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറരുത്. പക്ഷേ നമ്മളപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അങ്ങനെ ഒരു റോള് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതാണ് എന്ന് അപ്പോൾ ആര് പറഞ്ഞാലും നമ്മൾ ചിന്തിക്കരുത്, തോട്ടു പോകരുത്, ഒറ്റ പ്രാവശ്യം പോലും തോട്ടു പോകരുത്. അപ്പോൾ ഞാൻ അതിൻ്റെ സയൻസ് എല്ലാം പുറകെ, എൻ്റെ ഗവേഷണങ്ങളെക്കുറിച്ചെല്ലാം പുറകെ പറയാം. അപ്പോൾ നിങ്ങൾ അത് തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കേണ്ടത്. അപ്പം കേരളത്തിൽ ഇപ്പോൾ ഇരിക്കുന്ന MLA-മാരിൽ ഈ പറഞ്ഞതുപോലെ എൻ്റെ ക്ലാസ് ഫുൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം അവരെടുത്ത് ഈ പറഞ്ഞതുപോലെ അവർ ഇലക്ഷൻ നിൽക്കുന്ന സമയം വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, യു ഹാവ് ടു സീ, നമ്മൾ അവിടെ ഇരിക്കുന്നതായിട്ടും നിയമസഭയിൽ ചെല്ലുന്നതായിട്ടും അവിടെ ഉള്ളതായിട്ടും നമുക്ക് പൂർണ്ണമായിട്ടും അത് തന്നെ എപ്പോഴും നമ്മൾ കാണണം. ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും എല്ലാം അതിന് ഘടകവിരുദ്ധമായിട്ട് എന്തെല്ലാം ഒപ്പീനിയൻ ആര് പറഞ്ഞാലും നമ്മളത് മനസ്സിൽ കയറ്റരുത്. നടക്കും. ഇവിടെ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് പുറകെ ഞാൻ കുറേ ലീഡേഴ്സിൻ്റെ പേര് പറയാം. അപ്പോൾ ആ ലീഡേഴ്സ് എല്ലാം അവർ തീവ്രമായി ചിന്തിച്ചതെല്ലാം അവർ നേടിയിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് നമ്മളുടെ ലൈഫിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരും. അപ്പോൾ നമ്മൾ എന്തിലേക്കാണോ ഫോക്കസ് ചെയ്ത്, ആ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നെഗറ്റീവിലേക്ക് മൈൻഡ് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഫോക്കസ് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് വന്നുകൊണ്ടിരിക്കും. എതിർപ്പുകളിലേക്ക് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് തന്നെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. ഇതിനകത്തൊരു എക്സാമ്പിളായിട്ട് ഞാൻ 5 സ്റ്റഡീസ് കാണിക്കാം. ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവാനിയയിലെ ഡോക്ടർ മാർട്ടിൻ സെലിഗ്മാൻ, അദ്ദേഹത്തിൻ്റെ പഠനമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് തിങ്കിങ് നമ്മൾ അത് മാത്രം എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ ദാറ്റ് എൻഹാൻസസ് വെൽബീങ്, നമ്മുടെ ആരോഗ്യം വളരെ മെച്ചപ്പെടും. ആൻഡ് ഇംപ്രൂവ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് പ്രൊവൈഡിങ് അട്രാക്ഷൻ ഇഫക്ട്സ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മളിലേക്ക് വരാനായിട്ട് പെട്ടെന്ന് അത് സഹായിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ മറ്റൊരു പഠനം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയതാണ്. ഡോക്ടർ എലൻ ലാൻഗറിൻ്റെ ആണ്. അവർ പറഞ്ഞത് മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് ഹെൽത്ത് വരുന്നത്, ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള തോട്ട് വരുന്നത്, ആൻഡ് റിലേറ്റ് വിത്ത് ബെറ്റർ ഫിസിക്കൽ വെൽബീങ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലസിൽ നടത്തിയ ഡോക്ടർ ബാർബറ ഫെഡറിക്സൻ്റെ പോസിറ്റീവ് ഇമോഷൻസ്, എപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നത് പോസിറ്റീവ് ഇമോഷൻസ് ബ്രോഡൻ തിങ്കിങ് ആൻഡ് ലീഡിങ് ടു ഇൻക്രീസ്ഡ് ഓവറോൾ സക്സസ്. അപ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് വരികയാണ് നമ്മുടെ എല്ലാ ഭാഗത്തുള്ള വിജയത്തിന് അത് കൃത്യമായി അങ്ങനെ നമ്മൾ ലക്ഷ്യത്തിൽ കൃത്യം എത്തിച്ചേരുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾ കാണിച്ചത്. ഇനി യൂണിവേഴ്സിറ്റി ഓഫ് മിന്നസോട്ടയുടെ ഒരു പഠനം ഡോക്ടർ റിച്ചാർഡ് ഡേവിഡ്സനാണ്, വളരെ ലോകപ്രശസ്തനാണ് അദ്ദേഹം. ഫോക്കസ് ഓൺ പോസിറ്റീവ് തോട്ട് ഇൻക്രീസസ് റെസിലിയൻസ് ആൻഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇൻ ചാലഞ്ചിങ് സിറ്റുവേഷൻസ്. അപ്പോൾ നമുക്ക് ഈ പോസിറ്റീവായിട്ട് ഇദ്ദേഹമാണ് പറഞ്ഞത്, നമ്മൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ വരെ മാറിപ്പോകുന്ന ലോകത്തിന് പറഞ്ഞു കൊടുത്തത് ഇദ്ദേഹമാണ്, വളരെ പ്രശസ്തനാണ്. അതുപോലെ തന്നെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ കരോൾ ഡക്കിൻ്റെ പഠനം നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ, പോസിറ്റീവ് മൈൻഡ് സെറ്റാണോ നെഗറ്റീവ് മൈൻഡ് സെറ്റ് എപ്പോഴും നമ്മുടെ പെർഫോമൻസിനെ ഇമ്പാക്റ്റ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് സെൽഫ് ബിലീഫ്സ് ലീഡ്സ് ടു ഹയർ അച്ചീവ്മെൻറ്റ് ആൻഡ് റെസിലിയൻസ് അവരുടെ പഠനങ്ങളിൽ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു മിനിറ്റ് പോലും ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിൽ കയറി നിൽക്കരുത്. അവിടെ എല്ലാം നമ്മൾ ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവായിട്ട് നിൽക്കണം. ഇനി ഞാനിവിടെ പറയുന്നത്, ഇപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഏതാണ്ടൊരു 10-15 വർഷങ്ങൾ കൊണ്ട് ആൾക്കാരുടെ മനസ്സിൽ വന്ന ആശയങ്ങളാണ്. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ബൈബിളിലെടുത്താലും ഖുറാനിലെടുത്താലും വേദങ്ങളിലെടുത്തു കഴിഞ്ഞാലും വളരെ വ്യക്തമായിട്ട്, അതായത് ഞാനത് 3 ഇതിൽ നിന്നുകൊണ്ട് പറയാം, അപ്പോൾ നിങ്ങൾക്കത് വളരെ വ്യക്തമാകും. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത് ഞാൻ പറയുന്നത് എഴുതിയെടുത്തിട്ട് നിങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്യുകയും യൂട്യൂബിലും ChatGPT-യിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് നിങ്ങളുടെ ആ ഒരു വിശ്വാസം, കൺവിക്ഷൻ നിങ്ങൾക്ക് കൂട്ടാം. 3 വിധത്തിൽ പറയാം. അതായത് നിങ്ങളൊരു ദൈവവിശ്വാസിയായിട്ടുള്ള രീതിയിൽ പറയാം. നമ്പർ 2, നിങ്ങൾ ദൈവവിശ്വാസി അല്ല, നിങ്ങളൊരു എതേയിസ്റ്റാണ്, നിങ്ങൾ നിരീശ്വരവാദിയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു റാഷണലിസ്റ്റാണ്. അപ്പം ആ രീതിയിൽ പറയാം.
മൂന്നാമതായിട്ട് നിങ്ങളൊരു സയൻറ്റിസ്റ്റായിട്ട് ഈ 3 രീതിയിൽ ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന പ്രതിഭാസത്തെ, എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന, തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആ കെട്ടിടം നമുക്കുണ്ടാക്കാൻ പറ്റുന്നു. തീവ്രമായി ആഗ്രഹിച്ച, രാജാവാകണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർക്കെല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് രാജാവാകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടത് കഴിയുന്നു? അതിന് നമ്പർ 1, നിങ്ങളൊരു വിശ്വാസിയാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. നിങ്ങളുടെ ഉള്ളിൽ ഈശ്വരൻ്റെ ഒരു തുള്ളിയുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വരൻ്റെ ഒരു തുള്ളി നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആ തുള്ളിക്ക് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ പറയുന്നതും പ്രാർത്ഥിക്കുന്നതും അമ്പലത്തിൽ പോകുന്നതും പള്ളിയിൽ പോകുന്നതും എല്ലാം ചെയ്യുമ്പം ആ തുള്ളിയാണ് ഉത്തേജിതമാകുന്നത്. അതുകൊണ്ട് ആ തുള്ളീനെ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാൻ തന്നെ കാര്യങ്ങളിങ്ങനെ റീഅറേഞ്ച്ഡായിട്ട് നമ്മളവിടെ എത്തിക്കോളും. ഇതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, നിങ്ങളൊരു നിരീശ്വരവാദിയാണ്, റാഷണലിസ്റ്റാണ്, ഏത്തിസ്റ്റാണ്, അങ്ങനെയാണെങ്കിൽ അല്ല അഗ്നോസ്റ്റിക്കാണ്. ഇത് ആണെങ്കിലും രണ്ടാമത്തെ എടുക്കുമ്പോൾ നിങ്ങൾ തീവ്രമായി ആഗ്രഹിച്ച്, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ചെറുപ്പക്കാരനാണ്, നിങ്ങൾക്ക് IAS ഓഫീസറാകണം അല്ലെങ്കിൽ IPS ഓഫീസറാകണം. നിങ്ങൾ അത് തന്നെ ആഗ്രഹിച്ച്, അത് തന്നെ എഴുതി വെച്ച്, അത് തന്നെ പ്ലാൻ ചെയ്ത് അതിനു വേണ്ടിയിട്ട് മാത്രം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം, ഒരു സെക്കൻഡിൽ 20 ലക്ഷം ബിറ്റ്സ് ഓഫ് ഇൻഫർമേഷൻ നമുക്ക് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അതിൽ ബ്രെയിൻ പ്രോസസ്സ് ചെയ്ത് ഉള്ളിലേക്ക് പോകുന്നത് 134 ബിറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി എവിടെ പോകുന്നു? ബാക്കി 19 ലക്ഷത്തി സംതിങ് നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് ഏതാണ് പോകുന്നത്? അതെന്തായിരിക്കും? അപ്പം നമ്മുടെ മനസ്സിൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് കൃത്യമായി അറിഞ്ഞ് അതിൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലേക്ക് മാത്രമേ പോവുകയുള്ളൂ. നമ്മൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന കാറ് നമ്മുടെ മനസ്സിലുണ്ട്, അതിനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ബാക്കി ഒരു കാറും അല്ല, ആ കാറ്, ആ കളറുള്ള കാറ് മാത്രമേ നമ്മൾ കാണുകയുള്ളൂ. അത് ഈ ഒരു ഫാക്ടർ കൊണ്ടാണ്. അപ്പോൾ നിങ്ങളൊരു റാഷണലിസ്റ്റ് ആണെങ്കിൽ പോലും നിങ്ങളുടെ തോട്ടും ചിന്താഗതികളെല്ലാം പ്ലാൻ ചെയ്ത് ഒന്നിലേക്ക് മാത്രം നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഇൻ്റലക്ച്വൽ ഫാക്കൽറ്റി, ബ്രെയിൻ ഫാക്കൽറ്റി, കപ്പാസിറ്റി ഏതൊരു മനുഷ്യനിലും ഉണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ ഇത്. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ ആ ഒരു ഇതിലെടുക്കാം, റാഷണലിസ്റ്റ്. ഇനി മൂന്നാമത് നിങ്ങളൊരു സയൻറ്റിസ്റ്റാണ്. ഇഫ് യു ആർ എ സയൻറ്റിസ്റ്റ്, നിങ്ങൾ സയൻറ്റിസ്റ്റ് ആയിട്ടാണ് ലോ ഓഫ് അട്രാക്ഷനെ കാണുന്നതെങ്കിൽ, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതിനെ സാധിച്ചെടുക്കാൻ പറ്റുമെന്ന് കാണുന്നതെന്നുണ്ടെങ്കിൽ, അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ട് ഈസ് എനർജി, നമ്മുടെ ചിന്ത. അപ്പം ഭയങ്കരമായ ഭയങ്കരമായ തീക്ഷ്ണമായ ഊർജ്ജമാണ്. അപ്പം ലോകത്ത് എന്തിനെ കഴിഞ്ഞും കൂടുതൽ ഊർജ്ജം തോട്ടിനാണ്. ആറ്റോമിക് ബോംബ് ഉണ്ടാക്കുന്നത് ഒരാളുടെ തോട്ടിൽ നിന്നാണ്. ഇനി ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം ഉണ്ടാക്കിയ ആളിൻ്റെ തലയ്ക്കകത്താണ് ആ ഊർജ്ജം കൂടുതൽ, ആണവ നിലയത്തിലാണോ? നിങ്ങളെല്ലാം ആൻസർ ചെയ്യും അയാളുടെ തലയ്ക്കകത്താന്ന് പറയും. അപ്പം നമ്മുടെ തോട്ട്, അപ്പം ക്വാണ്ടം ഫിസിക്സ് അളക്കുമ്പോഴത്തേക്ക് നമ്മുടെ തോട്ടിനെ മെഷർ ചെയ്യാം തീക്ഷ്ണമായി ഒന്നിലേക്ക് മാത്രം. അപ്പോൾ 36,000 മുതൽ 60,000 തോട്ട്സ് ഒരു ദിവസം നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നതിൽ മെജോറിറ്റി തോട്ട്സ് എല്ലാം നമുക്ക് വേണ്ടതിലേക്ക് മാത്രം ബൊമ്പാർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സാധനം നമുക്ക് നേടാനായിട്ട്, കീഴടക്കാനായിട്ട് രാജ്യമോ ഏത് സ്ഥാനമാനങ്ങളോ എന്തോ നമ്മളെക്കൊണ്ട് കഴിയും എന്നുള്ളതാണ് മൂന്നാമത്തെ. ഇതപ്പം 3 പെർസെപ്ഷനിൽ വേണമെങ്കിലും നമുക്കത് കാണാം, ആ രീതിയിൽ കാണാം. അപ്പോൾ ഈ യൂണിവേഴ്സിൽ പ്രപഞ്ചത്തിൽ വരുമ്പോഴത്തേക്കും ഈ ആറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും താഴേക്ക് പോകുമ്പോൾ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ സബ് ആറ്റോമിക് പാർട്ടിക്കിളിൻ്റെ ലെവലിൽ വരുമ്പോൾ എല്ലാം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നിങ്ങളുടെ എൻ്റെയും ശരീരത്തിലുള്ള കോശങ്ങളിനകത്തുള്ള ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോൺസ് ഭയങ്കര സ്പീഡിൽ സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വൈബ്രേഷൻസാണ്. ആ വൈബ്രേഷൻസ്, അപ്പോൾ ഓരോ തോട്ടിനും ഓരോ വൈബ്രേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ തോട്ട് ഒരു ഹയർ ഫ്രീക്വൻസി വൈബ്രേഷനിലേക്ക് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതേ വൈബ്രേഷനിൽ ഫ്രീക്വൻസി ഉള്ളവരെല്ലാം നിങ്ങളുമായിട്ട് അട്രാക്റ്റഡ് ആകും, കണക്റ്റഡ് ആകും. അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടാനായിട്ട് തുടങ്ങും. അപ്പോൾ സിമിലർ ഫ്രീക്വൻസീസ് അട്രാക്റ്റ് ചെയ്യുമെന്നാണ് നിങ്ങളിപ്പം കൂടുതൽ റെഫറൻസ് നടത്തുമ്പോഴത്തേക്കും പഠിക്കുന്നത്. അതേസമയം നിങ്ങൾ അൺഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ, ഹോപ്പ്ലെസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ആ ലെവലിലുള്ള ഊർജ്ജമായിരിക്കും നിങ്ങളിലേക്ക് വരുന്നത്. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, യു ചേഞ്ച് യുവർ ഫീലിങ്സ്. ആ ഫീലിങ്സ് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തോട്ട് മാറും. ഇപ്പം നമ്മൾ ഇവിടെ ദുർഗന്ധം വമിക്കുന്ന ഒരു വേസ്റ്റ് കിടക്കുന്നിടത്ത് ഓടയുടെ അടുത്ത് നമ്മൾ ഇരിക്കുന്നതും അതിന് പകരം നമുക്ക് ഏറ്റവും നല്ല ന്യൂയോർക്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇരിക്കുന്നതുമായിട്ട്, അപ്പോൾ അവിടെ ഇരിക്കുന്ന ഫീലിംഗ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ദുഷിച്ചതിൻ്റെ തോട്ട് വരത്തില്ല. ഇനി ഒരു ഗതികേട്, ഒരു തെറ്റിദ്ധരിച്ച് നമ്മളെ പിടിച്ച് അകത്തിട്ടു,
അപ്പോൾ അകത്ത് കിടന്നുകൊണ്ടാണെങ്കിലും ഒരു കാര്യമാണ്, നമുക്ക് അവിടെ നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല. അത് കിടന്നുകൊണ്ട് നമ്മൾ ഏറ്റവും നല്ല ഫീലിങ്ങിൻ്റെ വിഷ്വലൈസേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ തോട്ടിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ ചേഞ്ച് യുവർ തോട്ട്, വേറെവർ യു ആർ, ചേഞ്ച് യുവർ തോട്ട്സ്. അപ്പോൾ ഇവിടെ നമുക്ക് അതുകൊണ്ട് എന്താ വെച്ചാൽ ശകലം പോലും നെഗറ്റിവിറ്റി കിട്ടാതെ. അപ്പോൾ അവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ മറ്റൊരു പൊളിറ്റിക്സിൽ ഒത്തിരി സ്ഥാനത്ത് വന്ന ഒരാൾ, അദ്ദേഹം ഭയങ്കര ഒരു ഹിന്ദു വിശ്വാസിയാണ്. അപ്പോൾ അതിനപ്പുറം ഇപ്പുറം അദ്ദേഹം വിശ്വസിക്കത്തില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പലം ഏതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഗുരുവായൂരപ്പനാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ, അപ്പോൾ അദ്ദേഹം എന്താ വെച്ചാൽ ഒരു 4-4:30 മണിക്ക് എഴുന്നേൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, എഴുന്നേറ്റ് കഴിഞ്ഞാൽ മെഡിറ്റേഷൻ ഇരിക്കുക. പറഞ്ഞു പുള്ളിക്ക് മെഡിറ്റേഷൻ ഇരിക്കാനുള്ള ട്രെയിനിങ് ഒന്നും എൻ്റെ അടുത്ത് വരാൻ അധികം സമയമൊന്നും കിട്ടില്ല. ഞാൻ പറഞ്ഞു നത്തിങ് ടു വറി, നിങ്ങൾ കാര്യം ചെയ്യുക, നിങ്ങൾ കിടക്കുകയോ നൂർന്നിരിക്കുകയോ ചെയ്തിട്ട് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതായിട്ട്, നിങ്ങളുടെ ശരീരം ഇവിടെയാണ്, മൈൻഡ് കൊണ്ട് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതാണ്. നിങ്ങൾ ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടണം. അത് തന്നെയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് അത് കിട്ടുന്നത്, സ്വീകരിക്കുന്നത്, അതിന് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വീകരിക്കുന്നത് കണ്ടുകൊണ്ടേ നടക്കുക എപ്പോഴും. അപ്പോൾ ആരെല്ലാം എന്തെല്ലാം ഓപ്പോസിറ്റ് ഇൻഫർമേഷൻ തന്നാലോ മീനിങ് തന്നാലോ നിങ്ങൾ മാറരുത്. നിങ്ങൾ അതിൽ തന്നെ ഒരു കാരണവശാലും മാറരുത്, അത് തന്നെ വിശ്വസിക്കുക. എന്തായാലും അദ്ദേഹം ആഗ്രഹിച്ചിരുന്ന ഒരു സംഭവം അദ്ദേഹം അവിടെ എത്തി, കൃത്യമായിട്ട് അദ്ദേഹത്തിന് കിട്ടി. അതുപോലെ തന്നെ ഒരു നാഷണൽ ലെവലിലുള്ളൊരു വലിയ ഓർഗനൈസേഷൻ്റെ ഹെഡായിട്ടിരുന്ന ഒരാൾ, അപ്പം അദ്ദേഹം 5 വർഷം ഹെഡായിട്ടിരുന്നു. പെട്ടെന്നൊരു പൊളിറ്റിക്കൽ തീരുമാനമുണ്ടായി, അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റി. അദ്ദേഹം ഞാനുമായിട്ട് വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്ന ആളാണ്, വളരെ ഷാറ്റേഡായി. അപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വൈഫും മക്കളും എല്ലാം വളരെ ഷാറ്റേഡായി. അപ്പം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, നത്തിങ് ടു വറി, ഇതിലും വലിയ ഒരു സ്ഥാനം ഉണ്ടല്ലോ, ആ സ്ഥാനത്ത് നിങ്ങൾ എത്തുന്നതായിട്ട് നിങ്ങൾ കണ്ടുകൊണ്ട് കിടക്കുക. രാവിലെ അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അതിൽ നിന്ന് മാറ്റി, പുള്ളിയുടെ കൊളീഗ്സോ ആരും എന്നെ കണ്ടാൽ മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, ഫോൺ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞു നത്തിങ് ടു വറി, ഒന്നും വിഷമിക്കണ്ട, ഇതെല്ലാം കൃത്യമായി നിങ്ങൾ ആഗ്രഹിച്ച സ്ഥാനം വന്ന് ആ ആഗ്രഹിച്ച സ്ഥാനത്ത് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് എപ്പോഴും കാണുക, എപ്പോഴും അത് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം അതിനെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനായിട്ട് ഒട്ടും തയ്യാറല്ല, അത് തന്നെ കണ്ടുകൊണ്ടിരുന്നു. അപ്പം ഇദ്ദേഹത്തിന് ഏതാണ്ടൊരു 6-7 മാസം വ്യത്യാസം വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മറ്റേ സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തിന് കൃത്യമായി കിട്ടി. അതേപോലെ തന്നെ എൻ്റെ വളരെ ഉറ്റ സുഹൃത്ത് ഹൈക്കോടതിയിൽ നേരത്തെ ജില്ലാ ജഡ്ജ് ആയിരുന്ന ആളാണ്. അപ്പോൾ ഹൈക്കോടതിയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് സംശയം ഉണ്ടായിരുന്നു വരുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ സ്ഥാനത്ത് ഇരിക്കുന്നതായിട്ട്, കസേരയിലിരിക്കുന്നതായിട്ട്, ഡ്രസ്സുമായിട്ടിരിക്കുന്നതായിട്ട് കോടതി അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായിട്ട് തന്നെ എപ്പോഴും ഏത് നിമിഷത്തിലും അത് തന്നെ കാണണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നത് ഈ സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് ഇതിൻ്റെ പ്രവർത്തനത്തിൽ നമ്മൾ സിമിലർ ഫ്രീക്വൻസീസ് നമ്മൾ അട്രാക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സിമിലർ ഫ്രീക്വൻസീസ് അട്രാക്റ്റ് ചെയ്യുമ്പം നമ്മൾ അതേസമയത്ത് അൺഹാപ്പി ആയി കഴിഞ്ഞാൽ അൺഹാപ്പി ആയിരിക്കും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നത്. അപ്പം തോട്ട്സാണ് ഫീലിങ്സ് ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് ശക്തമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്, അതിശക്തമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ആ സ്ഥാനത്ത് നമ്മൾ ഇരിക്കുന്നതായിട്ട് തന്നെ വേണം. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ മറ്റൊരു പഠനത്തിനകത്ത് ഡേവിഡ് എം ഹെൽമൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പഠനത്തിനകത്ത് ഡോക്ടർ ഹെൽമൻ്റെ സ്റ്റഡിക്കകത്ത് ഭയങ്കരമായ എംപിരിക്കൽ എവിഡൻസ് അദ്ദേഹം പറയുന്നുണ്ട്. ഈ കോഗ്നിറ്റീവ് ബയാസ് ആൻഡ് ബിലീവ്സ്, എനിക്ക് കിട്ടത്തില്ല എന്ന് പറയുകയാണെങ്കിൽ അത് സത്യമായി തീരും. എനിക്ക് കിട്ടുമെന്ന് തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് സത്യമായി തന്നെ തീരും. അപ്പം എന്താണോ നമുക്ക് വേണ്ടത് അത് നമ്മളിൽ ഉള്ളതായിട്ട്, കിട്ടുന്നതായിട്ട്, ലഭിച്ചതായിട്ട്, അപ്പം ലഭിച്ചതല്ല എന്ന് ഒരു കാരണവശാലും നമ്മൾ വിശ്വസിക്കാനായിട്ട് തയ്യാറല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതിന് പറ്റിയ ഫ്രീക്വൻസിയിലേക്ക്, ഫിസിക്സിൻ്റെ ലോയാണ്, നമ്മൾ അതിന് പറ്റിയ ഫ്രീക്വൻസി, ആ വൈബ് എന്ന് പറയാറുണ്ടല്ലോ പലയിടത്തും, ആ വൈബിലേക്ക് നമ്മൾ തന്നെ മാറുകയാണ്. അപ്പോൾ ചേഞ്ച് യുവർ ലൈഫ് ബൈ ചേഞ്ചിങ് യുവർ ഫീലിങ്സ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റുന്നത് നിങ്ങളുടെ ആ ഫീലിംഗ് അങ്ങോട്ട് മാറ്റുക. അവിടെ നമുക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി, ബ്രെയിൻ അതനുസരിച്ച് നിങ്ങൾ പോകാൻ പോകുന്ന സ്ഥാനത്തിന് വേണ്ടി ഓരോ പ്രാവശ്യം ചിന്തിക്കും തോറും അതിന് പറ്റിയ ബ്രെയിനായി പയ്യെ ബ്രെയിനിൽ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു ന്യൂറൽ പാത്വേ തന്നെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ബ്രെയിൻ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം അട്രാക്റ്റ് ചെയ്യും. നിങ്ങളുടെ ബോഡിയുടെ എനർജി, ബാക്കി എല്ലാ പ്രപഞ്ച സത്യങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇതിന് വേണ്ടിയിട്ട് വരും. അപ്പോൾ ഇതാണ് ക്വാണ്ടം ഫിസിക്സിനകത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ആദ്യം നിങ്ങൾ കേൾക്കുന്നവരാണ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇത് തന്നെ ഭഗവത്ഗീതയിൽ പല സ്ഥലത്തുണ്ട്. അപ്പോൾ റെസ്പെക്റ്റ് അതേഴ്സ് ആസ് സെൽഫ് റെസ്പെക്റ്റ്.
അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ സോളിനെ ഇൻഡിസ്ട്രക്റ്റബിളാണ്, എറ്റേണലാണ്. അതിന് വേണ്ടതെല്ലാം സൃഷ്ടിക്കാനായിട്ട് പറ്റും. അതിനോട് ചോദിക്കുക എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആൻഡ് സീക്ക് ഡിവൈൻ വിത്തിൻ. ബൈബിളിൽ ഇത് തന്നെയാണ്. മാത്യുവിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ വിശ്വസിച്ചുകൊണ്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ ചോദിക്കുക, ശക്തമായി ചോദിക്കുക, അന്വേഷിക്കുക, അത് കൃത്യമായിട്ട് നിങ്ങൾ മുട്ടുക, നിങ്ങൾ തുറക്കപ്പെടും, നിങ്ങൾക്ക് അത് തന്നെ വന്നു ചേരും. നിങ്ങളുടെ ഡിസയർ, ആ ഡിസയറിനെ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് സത്യമായി മാറുമെന്ന് പറയുന്ന ഭാഗമുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിശ്വാസമാണ്. അപ്പോൾ ഇതേ സംഭവം തന്നെ വീണ്ടും നമ്മൾ നോക്കുമ്പോഴത്തേക്കും നബിവചനങ്ങളിലും പറയുന്നുണ്ട്. അന ഇൻ്റർലെനി അബ്ദീപി എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് വിശ്വാസി എന്താണോ അവൻ എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാൻ കൃത്യമായി അത് മാത്രമായിരിക്കും അവന് കൊടുക്കുക. അപ്പം പിന്നെ അവനെ പിടിച്ച് ജയിലിലിടുമെന്നാണ് അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും, അതല്ല അവനെ വലിയൊരു സ്ഥാനാരോഹണം നടത്തുന്നതായിട്ട് അവൻ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൃത്യമായി അത് തന്നെ അവന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്കിതിനെ സ്പീഡപ്പ് ചെയ്യാനായിട്ട് ചില ടെക്നിക്സ് ഉണ്ട്. നമ്മൾ ഈ അട്രാക്റ്റ് ചെയ്ത് നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ അൺകണ്ടീഷണൽ ലവ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക എല്ലാവരോടും. നമ്മളോട് ശത്രുത കാണിക്കുന്ന ആൾക്കാരോട് പോലും അൺകണ്ടീഷണൽ ലവ്. പിന്നെ ഇത് വളരെ സ്പീഡ് കിട്ടാനായിട്ടൊരു വഴി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു വെള്ളം കുടിക്കുന്നെങ്കിൽ ആ വെള്ളം വേറെ എവിടെയോ ഉണ്ടാക്കിയത് റിഫൈൻ ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാണ്. അതിൻ്റെ പുറകിൽ എത്ര പ്രവർത്തിച്ചു, ആ പ്രവർത്തിച്ചവരോടൊക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ്, അപ്പം ദിവസം ഒരു 1000 ടൈംസ് എങ്കിലും മനസ്സിൽ കൂടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഫീലിംഗ് കടന്നു പോകുമ്പോഴത്തേക്കും നമ്മളൊരു കാന്തം പോലെ ആകും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ വലിച്ചടിപ്പിക്കാനായിട്ട് പറ്റും എല്ലാ സമയത്തും. ഇപ്പം ചെരുപ്പിട്ടേക്കുന്ന ആ ചെരുപ്പ് നമുക്ക് തരുന്ന സംരക്ഷണം, നമുക്ക് വീട് തരുന്ന സംരക്ഷണം, ആഹാരം, ഇതൊക്കെ ഇതിൻ്റെ പുറകിലൊക്കെ ഒരുപാട് പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ പൈസ കൊടുക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്കാണ്. അപ്പം നിങ്ങളിൽ ഒരു 1000 ടൈംസ് എങ്കിലും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ്, അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെ നിന്നിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് തന്നെ നമുക്ക് വരും. ഈ ഒരു സംഭവങ്ങളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്നത് നമ്മൾ അട്രാക്റ്റ് ചെയ്യും, അത് നമ്മുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യും. അതാണ് സയൻസ് ഓഫ് അട്രാക്ഷൻ. അതുപോലെ തന്നെ അത് ക്വാണ്ടം ഫിസിക്സ് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് പഠനങ്ങൾ, എനിക്ക് തോന്നുന്നത് ലക്ഷക്കണക്കിന് പേജസ് നമുക്ക് ഇൻ്റർനെറ്റ് ഇതിനെക്കുറിച്ച് കിട്ടാനുണ്ട്. പക്ഷേ ഇത് ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുമുണ്ട്, ഉപയോഗപ്പെടുക്കുക ഇതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കാത്ത ആൾക്കാരുമുണ്ട്. അപ്പോൾ ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്കിത് വേണ്ടവരാണെങ്കിൽ, നിങ്ങളൊരു പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ പോകുന്ന ആളാണ്, ആ സ്ഥാനത്ത് ഞാൻ വരും, ഇല്ല പഞ്ചായത്ത് പ്രസിഡൻറ്റ് ഞാൻ ആകും, ഇല്ല വരാൻ പോകുന്ന ഇലക്ഷനിൽ ഞാൻ MLA ആകും, ഇല്ല ഞാൻ ഇന്ന സ്ഥാനത്ത് വരും. അതിപ്പോൾ തുടങ്ങുക, ഇപ്പം തന്നെ തുടങ്ങി. അതിലാര് പറഞ്ഞാലും, ഒരു മനുഷ്യൻ പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കരുത്. അതനുസരിച്ച് നിങ്ങളുടെ ബോഡിയുടെ ഊർജ്ജം മുഴുവനും മാറിപ്പോവുകയാണ്. ഞാനിത് ലീഡേഴ്സിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. ലീഡർഷിപ്പിനെ കുറിച്ച് ഞാൻ മറ്റൊരു ഭാഗം തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ നന്മ മാത്രം ഗുഡ് കർമ്മ മാത്രം നമ്മുടെ അടുത്ത് വരുന്നു. അൺകണ്ടീഷണൽ ലവ് ആണ്. എല്ലാ സമയത്തും നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് 1000 ടൈംസ് പോകുന്നുണ്ട്. ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു നന്മയ്ക്ക് വേണ്ടി അവരെക്കുറിച്ച് ഓർക്കാതെ അതങ്ങ് ഫൊർഗീവ് ചെയ്ത് കളയുക. അപ്പോൾ ഈ നമ്മുടെ ആ സമയത്ത് പക സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ അട്രാക്ഷൻ കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അട്രാക്ഷന് വേണ്ടി അപ്പോൾ 3 കാര്യങ്ങളാണ്. നമുക്ക് ഫൊർഗീവ് ചെയ്ത് വിടുക എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അത് പിന്നെ ഓർക്കേണ്ട കാര്യമില്ല. ഗ്രാറ്റിറ്റ്യൂഡ് 1000 ടൈംസ് എങ്കിലും ദിവസം നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോവുക. മൂന്നാമതായിട്ട് എല്ലാവരോടും നമുക്ക് തോന്നിക്കേണ്ടത് അൺകണ്ടീഷണൽ ലവ് ആണ്. പിന്നെ ആഗ്രഹിക്കുന്നത് എപ്പോഴും വലുത് മാത്രം ആഗ്രഹിക്കുക. വളരെ വലുത് ആഗ്രഹിക്കുന്നതും ചെറുതാഗ്രഹിക്കുന്നതും വലുതാഗ്രഹിക്കുന്നതും നമ്മുടെ ഈ അട്രാക്ഷൻ പ്രവർത്തിക്കുന്നത് ഏതാണ്ട് സിമിലർ സ്റ്റേജിലാണ്. അപ്പം ഞാനിത് വഴി ഒരുപാട് പേർക്ക് മാറ്റം ഉണ്ടാകാനായിട്ട് ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. ഞാനതുപോലെ തന്നെ പലരുടെയും പഠനങ്ങൾ ഞാൻ വിശദമായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പം സ്റ്റീവ് ജോബ്സിൻ്റെ ജീവിതത്തിൽ ഈ പ്രതിഭാസം എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഓപ്ര വിൻഫ്രിയുടെ ജീവിതത്തിൽ അവർ പിന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ പല ഇൻ്റർവ്യൂസിനകത്ത് അവർ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ നെൽസൺ മണ്ടേലയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രവർത്തിച്ചത്, അപ്പം അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നില്ലെങ്കിലും പഠിച്ചിട്ടുള്ള ആൾക്കാർ. മദർ തെരേസയുടെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ടോണി റോബിൻസിൻ്റെ ജീവിതത്തിൽ എങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇലോൺ മസ്കിൻ്റെ ജീവിതത്തിൽ ഇതെങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഈ ഒരു പ്രതിഭാസം എത്രമാത്രം സംഭവിച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ JK റോളിങ്ങിൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സംഭവിച്ചിട്ടുണ്ട്. അത് പിന്നെ അവർ ഓപ്പണായിട്ട് അവർ അക്നോളജ് ചെയ്യുന്നൊരു കാര്യം കൂടെയാണ് ഈ ഒരു പ്രതിഭാസം. വിൽ സ്മിത്ത്, നമ്മൾ
ഗ്ലോബൽ സിനിമാ താരം, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ, അതല്ലെങ്കിൽ നമ്മുടെ വലിയ ഗുരുവായ ദീപക് ചോപ്ര, ഡോക്ടർ ദീപക് ചോപ്ര ഇതിനെക്കുറിച്ച് തന്നെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് എഴുതിയിട്ടുമുണ്ട്. പിന്നെ നേരിട്ട് എനിക്ക് അറിയാവുന്ന ഞാൻ ബോധ്യപ്പെട്ടൊരു കാര്യം, ബാറക് ഒബാമ കോളേജിൽ അധ്യാപകനായിരുന്ന, ഒന്നുമല്ലാതെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലൊന്നും ഒരു സ്ഥാനം ഇല്ലാഞ്ഞ സമയത്ത്, കോളേജിൽ അധ്യാപകനായിരുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ ഉണ്ടാക്കിയിട്ടുള്ള വിഷൻ ബോർഡ്, ആ വിഷൻ ബോർഡിനകത്ത് അദ്ദേഹം ആരാകണം എന്നുള്ളത് വ്യക്തമായിട്ടുണ്ടായിരുന്നു. മിഷേലും ഇതുപോലെ തന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കിയിരുന്നു. അത് നെറ്റിൽ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. പിന്നെ ആൾക്കാർ പഠനം നടത്തിയത്, ബറാക് ഒബാമയെ പോലെ പഠനം നടത്തിയത് ആർണോൾഡ് ഷ്വാസ്നഗറിനെ കുറിച്ച്. അപ്പോൾ അദ്ദേഹം വളരെ ഓപ്പണായിട്ട് വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. ഒരു 10-20 മിനിറ്റ് നീണ്ട ഇതിനകത്ത് ജിം കാരിയും വളരെ വ്യക്തമായിട്ട് ഓപ്ര വിൻഫ്രി തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നതിനകത്ത് അവർ പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ലോ ഓഫ് അട്രാക്ഷൻ, ഞാൻ ഈ മോളിൽ പറഞ്ഞ കാര്യം എത്രമാത്രം സത്യമായി ഭവിച്ചിട്ടുണ്ടെന്ന്. ജിം കാരിയുടെ ജീവിതത്തിലാണ് ഏറ്റവും, അതും മറ്റൊരു ഇൻ്റർവ്യൂത്തുണ്ട്. ലേഡി ഗാഗയ്ക്കുണ്ട്. പിന്നെ ഇപ്പോൾ പല ആൾക്കാരും പുട്ടിനെക്കുറിച്ച് പഠിക്കുന്ന, വ്ളാദിമിർ പുട്ടിനെക്കുറിച്ച് പഠിക്കുന്ന അദ്ദേഹത്തിന് ഇത് ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ആൻഡ്രൂ കാർണിഗി, അദ്ദേഹം ഒന്നും പറയുന്നില്ല, പക്ഷേങ്കിൽ പഠിച്ച ആൾക്കാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷീ ജിൻപിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് ഈ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ തത്വം എത്രമാത്രം ഫലിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപ് അത് തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ ബിസിനസ് പാർട്ട്ണർ എൻ്റെ ഗുരുവും കൂടിയാണ്, എൻ്റെ മെൻറ്ററും കൂടിയാണ്, ഡോക്ടർ ഡോൾഫ്. അപ്പോൾ അദ്ദേഹം ഞാനുമായിട്ട് ഒരുപാട് യാത്രയൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചരിത്രത്തിലെടുത്ത് നോക്കുമ്പം ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ജൂലിയസ് സീസറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം. ഓഗസ്റ്റസ് സീസറിനെ കുറിച്ച് പറയുന്നുണ്ട്. ക്വീൻ എലിസബത്ത് I കുറിച്ച് പറയുന്നുണ്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. നിക്കോളാസ് II സാർ ചക്രവർത്തിയെക്കുറിച്ച് പറയുന്നുണ്ട്. ശിവജി മഹാരാജാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അഡോൾഫ് ഹിറ്റ്ലർ ഇതിൻ്റെ ബെനിഫിറ്റ് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബെനിറ്റോ മുസോളിനി, വിൻസൻ ചർച്ചിൽ, ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്, അത് വളരെ വ്യക്തമാണ്. അപ്പം അതിനെക്കുറിച്ച് ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിനെക്കുറിച്ച്, ജോൺ എഫ് കെന്നഡിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഡൊണാൾഡ് റീഗനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാരും എഴുതിയിട്ടുള്ളതും പറഞ്ഞിട്ടുള്ളതാണ് മിസ്റ്റർ നരേന്ദ്രമോദിയെക്കുറിച്ച്. അദ്ദേഹം ഇതെല്ലാം കണ്ടിരുന്നു. അദ്ദേഹം ജസ്റ്റ് ഒരു സെക്രട്ടറി മാത്രമായിട്ട്, പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ടിരുന്നപ്പോൾ പോലും അദ്ദേഹം ഇതെല്ലാം കണ്ട കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു, അതുപോലെ രാജീവ് ഗാന്ധി, അപ്പോൾ അവരൊക്കെ എന്ത് കണ്ടിരുന്നോ അവരുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. പ്രണാബ് മുഖർജി, അദ്ദേഹത്തെ പല സംഭവം തടഞ്ഞപ്പോഴും എല്ലാം പ്രസിഡൻ്റ് ആയിരിക്കുന്ന അദ്ദേഹം കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. PV നരസിംഹറാവു, അദ്ദേഹം അതിലേക്ക് വരുമെന്ന് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷേ അദ്ദേഹം കണ്ടിരുന്നു. അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹം കണ്ടിരുന്നു. അതുപോലെ ഡോക്ടർ കലാം, അദ്ദേഹം കണ്ടിരുന്നു. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹം എന്നെ വിളിച്ചൊരു സ്വീകരണവും തന്നിട്ടുള്ളതാണ് പ്രസിഡൻ്റ് ആയതിനു ശേഷം. സോണിയാഗാന്ധിയുടെ ലൈഫിൽ എത്രമാത്രം സംഭവിച്ചിട്ടുണ്ട്, രാഹുൽ ഗാന്ധിയുടെ ജീവിതത്തിൽ എത്രമാത്രം സംഭവിച്ചിട്ടുണ്ട്, സുഷമ സ്വരാജിൻ്റെ ജീവിതത്തിൽ, ഇതെല്ലാം ഗവേഷകർ പറഞ്ഞിട്ടുള്ളതാണ്. കരുണാനിധിയുടെ ജീവിതത്തിൽ, ജയലളിതയുടെ ജീവിതത്തിൽ, യോഗി ആദിത്യനാഥിൻ്റെ ജീവിതത്തിൽ, ചന്ദ്രബാബു നായിഡുവിൻ്റെ ജീവിതത്തിൽ, HD കുമാരസ്വാമിയുടെ ജീവിതത്തിൽ, അതുപോലെ തന്നെ ഉദ്ധവ് താക്കറയുടെ ജീവിതത്തിൽ, മൊറാർജി ദേശായിയുടെ ജീവിതത്തിൽ, VP സിംഗിൻ്റെ ജീവിതത്തിൽ, അപ്പോൾ ചൗധരി ചരൺ സിംഗിൻ്റെ ജീവിതത്തിൽ, അതുപോലെ ശങ്കർദയാൽ ശർമ്മയുടെ ജീവിതത്തിൽ, ഇവരൊക്കെ എന്തു മനസ്സിൽ കണ്ടിരുന്നോ, കണ്ടിന്യൂസ് ആയിട്ട് കണ്ടിരുന്ന കാര്യമാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. രാജ്നാഥ് സിംഗിനെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ നിതിൻ ഗഡ്കരിയെക്കുറിച്ച് പറയാറുണ്ട്. MG രാമചന്ദ്രനെ കുറിച്ച് ആൾക്കാർ, ഗവേഷകർ പറഞ്ഞിട്ടുണ്ട്. EK നയനാറിനെ കുറിച്ച് ആൾക്കാർ ഈ ഒരു പ്രതിഭാസം അദ്ദേഹം മനസ്സിൽ കണ്ടത് സംഭവിച്ചു. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ശരത് പവാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അജിത് പവാറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിഖിലേഷ് യാദവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സക്കീർ ഹുസൈനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സജീവ് റെഡ്ഡിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ KR നാരായണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജഗജീവൻ റാമിനെ കുറിച്ച്. അപ്പോൾ അവരൊക്കെ ആഗ്രഹിച്ചതിൽ ഏതോ ഒരു ശക്തി അവരെ കൊണ്ട് എത്തിച്ചു എന്നാണ് പറയുന്നത്. HE ദേവഗൗഡയെക്കുറിച്ച് പറഞ്ഞിട്ട്, HD ദേവഗൗഡയെ, ഇനി മുലായം സിംഗ് യാദവിനെക്കുറിച്ച്, രാംവിലാസ് പാസ്വാനെക്കുറിച്ച്, ബിജു പട്നായിക്കിനെക്കുറിച്ച്, നവീൻ പട്നായിക്കിനെക്കുറിച്ച്, അതുപോലെ തന്നെ നിതീഷ് കുമാറിനെക്കുറിച്ച്, മമതാ ബാനർജിയെക്കുറിച്ച്, ജ്യോതി ബസുവിനെക്കുറിച്ച്, കമൽനാഥിനെക്കുറിച്ചൊക്കെ, ഇതിനെക്കുറിച്ചെല്ലാം ഈ പല ആൾക്കാരും ഈ ഒരു മേഖലയിലെ ലോ ഓഫ് അട്രാക്ഷനകത്ത് ലീഡർഷിപ്പ്, ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ, കാരണം പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൽ പല ആൾക്കാരും, ഉത്തരവാദിത്തമുള്ള ആൾക്കാർ, സമൂഹത്തിനെ മാറ്റാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ വരേണ്ടത് ജനങ്ങളുടെ ഒരു ആവശ്യമാണ്.
ഇപ്പോൾ ഞാനൊക്കെ ഒരു അക്കാഡമിക് രംഗത്ത് മാത്രം നിൽക്കുന്ന ആളാണ്, ട്രെയിനിങ് രംഗത്ത് നിൽക്കുന്ന ആളാണ്. പക്ഷേ എങ്കിൽ ഇവർ വരേണ്ടത്, കരുത്തരായ ആൾക്കാർ അവിടെ വരേണ്ടത്. അപ്പം എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ പുറമെ അതിനു വേണ്ടിയിട്ടുള്ള ആക്ഷനും കൂടെ വേണം, പ്രവൃത്തിയും കൂടെ വേണം. അപ്പം മാസീവ് ആക്ഷൻ അത് റീച്ച് ചെയ്യാനായിട്ടുള്ള. അപ്പോൾ ഈ പൂർണ്ണമായും നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്കൊരു ശക്തിയും പിൻബലവും തന്നെയല്ല, ദ ഗോഡ് ഈസ് വിത്തിൻ യു, നിങ്ങളിലുള്ള ആ ശക്തി തീർച്ചയായിട്ടും നിങ്ങളെക്കൊണ്ടിത് നേടാനായിട്ട് നിങ്ങളെ സഹായിക്കും. അതും സൂക്ഷ്മതമത്തിലാണ് ആദ്യം വരേണ്ടത്. ഏത് സൃഷ്ടിയും ഏത് സ്ഥാനവും ഏത് പൊളിറ്റിക്കൽ പൊസിഷനും ആദ്യം വരേണ്ടത് നിങ്ങൾ ശക്തമായ സൂക്ഷ്മതമത്തിൽ, അതിസൂക്ഷ്മത്തിൽ, ഇമാജിനേഷനിൽ നിങ്ങൾ ചെയ്തു വെച്ചാൽ ലാസ്റ്റ് മൊമെൻറ്റ് വരെ വേറെ ആരൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് വരുമ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ തന്നെ വരും. ഈ ബിലീവ് മീ, ഞാനിപ്പോൾ ഈ മുമ്പേ പറഞ്ഞവരെക്കുറിച്ചൊക്കെ ഞാൻ 10,000 കണക്കിന് പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ 32 വർഷം യൂണിവേഴ്സിറ്റിയിൽ മാത്രം പഠിച്ച ആളാണ്. അപ്പോൾ എൻ്റെ അനുഭവങ്ങൾ കൂടി ഞാൻ കണ്ടെത്തിയിട്ടുള്ള, ബോധ്യപ്പെട്ടിട്ടുള്ള, റിസർച്ചുകൾ കണ്ടെത്തിയിട്ടുള്ള, ഞാൻ ഒരുപാട് സയൻസിലേക്ക് പോകാത്തത് ആദ്യം കേൾക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരുമെന്നുള്ളതാണ്. ഞാൻ നേതൃത്വത്തെക്കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോടെ ചെയ്തിടാം. ഇത് ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റുഡൻസിന്, പോളിറ്റിക്സിൽ നിൽക്കുന്ന ഈ രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാർക്കൊരു മനോബലത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയുവാണിത് 100% ഉറപ്പായിട്ട് വർക്ക് ചെയ്യും. ഞാൻ ഈ പറഞ്ഞവരെ കുറിച്ചൊക്കെ വേണമെങ്കിൽ നിങ്ങൾ റെഫറൻസ് ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചിട്ടൊന്ന് നോക്കിക്കോ. കണ്ടിന്യൂ, യു വിൽ വിൻ. ഓൾ ദി ബെസ്റ്റ്.